മലയാള സിനിമാ ലോകത്തിന് ഇത് തീരാ നഷ്ടം. പ്രശസ്ത മലയാള ചലച്ചിത്ര താരം സലിം കുമാർ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. 10:43 മരണം സ്ഥിരീകരിച്ചത്. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെ ഹൃദയാഘാതമുണ്ടായതാണ് മരണകാരണം. 56 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പറവൂരിലെ സ്വീകരണ പരിപാടിയിലാണ് സലിംകുമാർ അവസാനമായി പൊതുവേദിയിലെത്തിയത്. കോമഡിയിലൂടെയും മിമിക്രിയിലൂടെയും മലയാള സിനിമയിലേക്ക് എത്തിയ സലിംകുമാർ 1990കളുടെ പകുതിയോടെ എത്തിയെങ്കിലും 2000 കൂടിയുള്ള സലിംകുമാറിന്റെ കഥാപാത്രങ്ങൾ മലയാളികളെ ഏറെ ചിരിപ്പിച്ചിരുന്നു. കോമഡി കഥാപാത്രത്തിന്റെ നിഴലിൽ നിന്ന് മാറി വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളിലും സലിംകുമാർ പ്രതിഭ തെളിയിച്ചിരുന്നു. മലയാള സിനിമയിലെ സലിംകുമാറിന്റെ തഗ് ഡയലോഗുകൾ ട്രോളുകളിൽ ഇപ്പോഴും സജീവമാണ്. 1969 ഒക്ടോബർ 9 വടക്കൻ പറവൂരിലാണ് സലിംകുമാർ ജനിച്ചത്. കൊച്ചിൻ കലാഭവനിലും സാഗറിലുമെല്ലാം സജീവമായി മിമിക്രി അവതരിപ്പിച്ചു. ഉറ്റ സുഹൃത്തായ നാദൃഷിയാണ് സലിംകുമാറിനെ സിനിമയിലേക്ക് കൈപിടിച്ചു കയറ്റി. ഇഷ്ടമാണ് 100 വട്ടമായിരുന്നു ആദ്യ ചിത്രം. 2000 പുറത്തിറങ്ങിയ തെങ്കാശിപട്ടണം സൂപ്പർ ഹിറ്റായതോടെ സലിംകുമാർ മലയാളികളുടെ മനസ്സിലും ഇരിപ്പുറപ്പിച്ചു. 300-ലേറെ സിനിമകളിൽ താരം നിറഞ്ഞു നിന്നു. കൂടാതെ കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാൻ കേക്കുമാറാകണം എന്നീ സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തു. അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2005 മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം സലിംകുമാറിനെ തേടിയെത്തിയിരുന്നു. ആദാമിന്റെ മകൻ അബുവിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരവും അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിലൂടെ 2013 മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരം അടക്കമുള്ളവ സലിംകുമാർ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് താരം ആരോഗ്യപരമായ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. ലിവർ സിറോസിസ് ബാധിച്ചത് മദ്യപാനം കൊണ്ടല്ലെന്നും അത് പാരമ്പര്യമായി ലഭിച്ച അസുഖമാണെന്നും അദ്ദേഹം നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. രോഗാവസ്ഥയിലായിരുന്ന കാലയളവിൽ വ്യാജ ചികിത്സകൾ തേടേണ്ടി വന്നതും അത് ആരോഗ്യനില വഷളാക്കിയതും താരം മുമ്പ് പരസ്യമായി പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ താരം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെന്ന വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിലുടനീളം നിറഞ്ഞു നിന്നത്. ഇപ്പോഴിതാ ഇന്ന് രാത്രി 10:43 അദ്ദേഹത്തിന്റെ മരണം. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ മരണവാർത്തയറിഞ്ഞ് നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്.